വഖഫ് ഭേദഗതി ബിൽ പാർലമെൻറ്റിൻ്റെ നടപ്പ് സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിച്ച് പാസ്സാക്കാനാണ് ബി ജെ പിക്കാർ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. അല്ലെങ്കിൽ ബി ജെ പിക്കാർ വെറുതെ ഒരു ബില്ലുണ്ടാക്കി അത് ഭരണത്ത് വയ്ക്കുന്ന സ്വഭാവക്കാരല്ലോ. അവരൊരു കാര്യം തീരുമാനിക്കും, അത് നടപ്പാക്കുകയും ചെയ്യുന്നവരാണ്. കോൺഗ്രസ്സുകാരെ പോലെ ആലോചിച്ച് സമയം കളയുന്ന സ്വഭാവക്കാരെ അല്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ രാജ്യത്ത് വഖഫിന് അനുകൂലമായിട്ടും എതിരായിട്ടുള്ള വികാരം ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് SDP മാത്രമാണ് ഇതിനെതിരെ ശക്തമായ ഒരു സമരത്തിന്, പ്രക്ഷോഭത്തിന് തയ്യാറായത്. അതിൻ്റെ ഫലമായിട്ടാണ് അവരുടെ നേതാവിനെ എൻഫോഴ്സ്മെൻറ്റുകാർ കൊണ്ടുപോയത്. മറ്റു പാർട്ടിക്കാർക്കും ഉള്ളിലൊരു ഭയം തട്ടിയിട്ടുണ്ടാവും. കാരണം എപ്പോഴാണ് നമ്മുടെ വാതിൽക്കൽ ഇൻകം ടാക്സുകാർ മുട്ടുക, എപ്പോഴായിരിക്കും എൻഫോഴ്സ്മെൻറ്റുകാർ തൂക്കിയെടുത്തോണ്ട് പോവുക, എപ്പോഴായിരിക്കും NIA തട്ടി വിളിക്കുക എന്നറിയില്ല. രാത്രി 3 മണിക്കാകും, 2:30 മണിക്കും ആകും. അപ്പോൾ അങ്ങനെ ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം നാട്ടിൽ നിലനിൽക്കുമ്പോൾ BJP ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കേരളത്തെ സംബന്ധിച്ചുള്ള സവിശേഷമായ മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരായിട്ട് വലിയ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുള്ളത് കേരളത്തിലാണ്. പല സ്ഥലത്തും പല രീതിയിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ആ പ്രക്ഷോഭമൊന്നും പഴയ പോലെ സജീവമല്ല. മാർക്സിസ്റ്റുകാർ പരിപൂർണമായിട്ടും അതിൽ നിന്ന് പിന്മാറി. കോൺഗ്രസ് ശക്തമായിട്ട് എതിർക്കുന്നില്ല. കാരണം എതിർത്താൽ വോട്ട് പോകും, ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ എതിരാവും എന്ന ഉറച്ച വിശ്വാസം കോൺഗ്രസ്സുകാർക്കുണ്ട്. ലീഗും വളരെ ന്യൂട്രലിൽ നിൽക്കുകയാണ്. പിന്നെ ഈ PDP വെൽഫെയർ പാർട്ടി, SDPA പോലെയുള്ള എരിയും വെയിലത്ത് കയ്യിലും കുത്തി ഇറക്കുന്ന ആൾക്കാർ മാത്രം പ്രക്ഷോഭരംഗത്തുള്ളൂ. ഞാൻ അവരെ കുറച്ച് പറയാൻ, അവരൊക്കെ വീരന്മാരാണെന്നുള്ള നമുക്കറിയാം. പക്ഷേ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളാരും തന്നെ വലിയ സമരരംഗത്തില്ല. അപ്പോൾ ഈ ഘട്ടത്തിലാണ് നമ്മുടെ മുനമ്പം സമരം 150-ാം ദിവസത്തിലെത്തുന്നത്. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മുനമ്പത്ത് വയോധികരായ ആളുകൾ, സീനിയർ സിറ്റിസൺസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്, ഷുഗർ കോട്ടിങ് വെച്ച് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, വൃദ്ധന്മാരും വൃദ്ധകളും, അവരിന്ന് സമരപ്പന്തലിൽ എത്തി ഉപവസിക്കുകയാണ്. ഈ വയസ്സുകാലത്ത് വീട്ടിൽ വല്ല കഞ്ഞിയും പയറും കഴിച്ചിരിക്കണക്ക് പകരം മുനമ്പത്തെ സാധാരണക്കാരായ ആളുകൾ, സാധാരണക്കാരാണ് സമരം ചെയ്യുന്നത്. അവർക്ക് വേണ്ടി ചില VIP ഇടയ്ക്ക് അവിടെ പോയി സമരപ്പന്തലിൽ ആവേശപ്രസംഗം നടത്തുന്നത് മാത്രമേ. ഇവർ ഈ വയോധികരായ ആളുകൾ ഇന്ന് സമരരംഗത്തിറങ്ങുകയാണ്. അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപവാസം നടത്തി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഇവരുടെ പ്രശ്നം കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ഒരു പുതിയ സ്റ്റെപ്പാണ്. കാരണം 150 ദിവസം ആയെന്നുള്ളത് മാത്രമല്ല, ഇങ്ങനെ ഒരു സമരം നടത്തി കഴിഞ്ഞാൽ അതിന് വലിയ വിസിബിലിറ്റി ഉണ്ടാവും. മുനമ്പത്ത് വയോധികർ സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാദേശിക ചാനലുകൾക്കും പത്രങ്ങൾക്കും അവഗണിക്കാൻ പറ്റിയില്ല. ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇനി ടൈംസ് നൗ ചാനലിൽ അല്ലെങ്കിൽ റിപ്പബ്ലിക് ചാനലിൽ NDTV പ്രദർശിപ്പിക്കും. അപ്പോൾ BJPക്ക് കേന്ദ്ര തലത്തിൽ, ദേശീയ തലത്തിൽ തന്നെ ഇതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് മുനമ്പത്തെ പാവപ്പെട്ട ലത്തീൻ കത്തോലിക്കർ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഈഴവരും ധീവര സമുദായക്കാരും ഇതാ സമരം ചെയ്യുന്നു. എന്തിനു വേണ്ടി? വഖഫ് ഭീകരതയ്ക്കെതിരായി എന്ന രീതിയിൽ ഒരു പ്രൊപ്പഗൻഡ നടത്താനായിട്ട് തീർച്ചയായിട്ടും ഉപകരിക്കും. ഈ സമരം ചെയ്യുന്ന ആളുകൾക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രത്യാഘാതം ദേശീയ തലത്തിൽ വളരെ വലുതായിരിക്കും എന്ന് നമുക്കറിയാം. പക്ഷേ ഈ കാര്യം നമ്മുടെ ഈ വഖഫ് നിലനിർത്തും. 16 കൊല്ലം കഴിഞ്ഞാലും വഖഫ് നിയമത്തിൽ യാതൊരു ഭേദഗതിയും നടത്താൻ പാടില്ല എന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് മനസ്സിലായില്ല. BJPക്കാർ ഇത് സാമുദായിക ധ്രുവീകരണത്തിന് കൂടുതലായിട്ട് ഉപയോഗിക്കും. വരാൻ പോകുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ ഇത് ബാധിക്കും പ്രാദേശികമായി. അതിൻ്റെ അലയടികൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. ദേശീയ തലത്തിൽ തന്നെ ഇതിൻ്റെ അലയടികൾ ഉണ്ടാകും. അത് BJPക്ക്, ദേശീയ ജനാധിപത്യ സഖ്യത്തിനും സഹായകരമാവും. ധ്രുവീകരണം ഉണ്ടാക്കാനും അവർക്ക് സാധിക്കും. ഈ മുനമ്പത്തുകാരെ സംബന്ധിച്ചിടത്തോളം LDFനാലും UDFനാലും ഒരുപോലെ വഞ്ചിക്കപ്പെട്ട ആളുകളാണ്. LDF ഇവരെ സഹായിക്കാൻ വേണ്ടി ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ജസ്റ്റിസ് രാമേന്ദ്രൻ നായരെ ഒരു അന്വേഷണ കമ്മീഷനായിട്ട് നിയമിച്ചു. അന്വേഷണ കമ്മീഷൻ തെളിവെടുപ്പ് പൂർത്തീകരിച്ചു. പക്ഷേ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് എന്ത് അധികാരത്തിലാണ് ഇങ്ങനെ ഒരു കമ്മീഷൻ വെച്ചത് എന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ചോദ്യമുണ്ട്. അതോടെ അദ്ദേഹം പ്രവർത്തനം അവസാനിപ്പിച്ചു. പിന്നീട് ഒരടി പോലും മുന്നോട്ട് വരില്ല. റിപ്പോർട്ട് കൊടുക്കുമോ കൊടുക്കില്ല എന്ന് നമുക്കറിയില്ല. അതങ്ങനെ ഫ്രീസറിലിരിക്കും. UDF ആണെങ്കിൽ ഇത് വഖഫേ അല്ല എന്നൊരു സ്റ്റാൻഡ് നമ്മുടെ പ്രിയപ്പെട്ട VD സതീശൻ, അദ്ദേഹത്തിൻ്റെ പ്രധാന സിൽബന്ധിയായിട്ടുള്ള DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉന്നയിച്ചു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ലീഗുകാർ പറഞ്ഞു അതല്ല, ഇത് വഖഫ് തന്നെയാണ് എന്ന നിലപാടിലേക്ക് അവർ പോയി. ഫറൂഖ് കോളേജ് പറയുന്നത് ഇത് വഖഫല്ലെന്നാണ്. പക്ഷേ വഖഫ് സംരക്ഷണ സമിതിക്കാർ പറയുന്നത് വഖഫാണ്. ഏതായാലും പാവപ്പെട്ട മുക്കുവന്മാർ, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, പാവപ്പെട്ട ലത്തീൻ കത്തോലിക്കരും ഈഴവരും ധീവരും അടക്കമുള്ള പിന്നാക്ക സമുദായക്കാർ ഇവരാകെ വിഷമത്തിലാണ്. വില കൊടുത്തു വാങ്ങിയ വസ്തു വഖഫാണോ വേറെ വല്ലതും ആണോ? ഇവരുടെ കരം സ്വീകരിക്കുമോ?
ഇത് പണയം വെച്ച് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാൻ പറ്റൂ, ദേശാൽകൃത ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാൻ പറ്റൂ, ഈ സ്ഥലം വിൽക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആശങ്ക അവരെ ചൂടുന്നു നിൽക്കുകയാണ്. ഈ വസ്തു ഇനി നാളെ വഖഫ് ബോർഡുകാർ ചെണ്ട കൂട്ടി കൊണ്ടുപോകും, അതും അവർക്കറിയില്ല. ഈ അവസ്ഥയിൽ നിൽക്കണം. അവരിനിപ്പോൾ വയോധിക സമരമല്ല, ആ പിഞ്ചു കുട്ടികളെ മുൻനിർത്തിയുള്ള സമരം പോലും നടത്താൻ മടിക്കാത്തവരാണ്. ആ അവസ്ഥയിലെത്തി. പിഞ്ചു കുട്ടികളെ വെച്ച് സമരം ചെയ്യാത്തത് ബാലാവകാശ കമ്മീഷൻ പേടിച്ചിട്ടാണ്, അല്ലെങ്കിൽ പണ്ടേ നടത്തിയത്. അപ്പോൾ ഇതാണ് മുനമ്പത്തെ സാധാരണക്കാരുടെ അവസ്ഥ. അവർക്ക് ഈ സൈദ്ധാന്തിക പ്രശ്നങ്ങളൊന്നും മനസ്സിലാവില്ല, നിയമപ്രശ്നങ്ങളും മനസ്സിലാവില്ല. അവർ വിചാരിക്കുന്നത് ഈ വഖഫ് നിയമ ഭേദഗതി പാസ്സായി കഴിഞ്ഞാൽ ഇവരുടെ പ്രശ്നം തീരും, ഇതോടെ ഈ വഖഫ് ഭീകരതയ്ക്ക് അറുതി വരും എന്നാണ്. അതിൻ്റെ പരിണതി എന്താവും എന്ന് പറയാൻ ഞാൻ ആളല്ല. ഏതായാലും ഈ അപ്പാപ്പന്മാരും അമ്മമ്മമാരും നടത്തുന്ന സമരത്തിൽ നേരിട്ട് പോയി പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നടക്കുമെന്നറിയില്ല, പലവിധ തിരക്കുകൾക്കിടയിൽ. പോയാലും പോയില്ലെങ്കിലും എൻ്റെ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. നിങ്ങളുടെ ഈ സമരത്തിൽ, നീതിക്ക് വേണ്ടിയുള്ള സമരത്തിൽ തീർച്ചയായിട്ടും ഞാനും ഉണ്ട്. എന്നെപ്പോലെ ചിന്തിക്കുന്ന വേറെ ഒരുപാട് ആളുകൾ ഇതോടൊപ്പം ചേരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.